സോളാർ തട്ടിപ്പ് കേസിലെ പ്രതിയായ ബിജു രാധാകൃഷ്ണന്റെ ഇടപെടൽ നടിയെ ആക്രമിച്ച കേസിലുമുണ്ടായി. രണ്ടാം പ്രതിയായ മാർട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുകളെ തുടർന്ന് CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരനായ റിൻഷാദിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിന് പിന്നാലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയുള്ള വീഡിയോ പുറത്തുവന്ന സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗൂഢാലോചന എന്നാണ് പോലീസിന്റെ നിഗമനം. CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നിർണായകമായ വെളിപ്പെടുത്തൽ റിൻഷാദ് നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ മാർട്ടിൻ അഭിഭാഷകയായ നിഷ പീറ്ററിനൊപ്പം മരടിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയിരുന്നെന്നായിരുന്നു വെളിപ്പെടുത്തൽ. ബിജുവും മാർട്ടിനും ഏറെ നേരം തനിച്ച് സംസാരിച്ചു. തുടർന്ന് മാർട്ടിനുമായി കുമരകത്തെ റിസോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു. നടൻ ദിലീപിന്റെ സഹോദരൻ അനൂപ് 3 കോടി രൂപ നൽകുമെന്ന് ബിജു പറഞ്ഞതായും റിൻഷാദ് വെളിപ്പെടുത്തിയിരുന്നു. റിൻഷാദിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് തൃശൂർ സൈബർ ക്രൈം പോലീസ് ഇയാളുടെ മൊഴിയെടുത്തത്. നടിയുടെ പേര് വെളിപ്പെടുത്തി പ്രചരിപ്പിച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടായിരുന്നു ബിജുവും മാർട്ടിനും ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് പുതിയ FIR ഇട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം, മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും അത് ആര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ 2 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ മൊഴി രേഖപ്പെടുത്തി, എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും പരിമിതികളുണ്ട്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പ് ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. വാർത്തയ്ക്ക് പിന്നാലെ ലഭിച്ച പരാതിയെ തുടർന്ന് CSR തട്ടിപ്പിൽ സമഗ്രാന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നായിരുന്നു ദക്ഷിണ മേഖലാ IGക്ക് DGP നൽകിയ നിർദ്ദേശം. CSR തട്ടിപ്പിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.